ഹലോ. അപ്പോൾ എപ്പോക്സി റെസിൻ യൂസ് ചെയ്തിട്ട് 24 hours കഴിഞ്ഞിട്ടും എപ്പോക്സി റെസിൻ ജ്വല്ലറി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയത് അത് ക്യൂർ ആവാണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കാണണം കേട്ടോ. എന്തുകൊണ്ടാണ് ആ സ്റ്റിക്കിനെസ് അല്ലെങ്കിൽ ക്യൂർ ആവാത്ത കാരണം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേര് മീനു. ഞാനൊരു റെസിൻ ജ്വല്ലറി മേക്കറാണ്. അപ്പോൾ നിങ്ങൾ റെസിൻ ജ്വല്ലറി മേക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യണേ. അപ്പോൾ അവർക്ക് കൂടിയിട്ട് പഠിക്കാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എപ്പോക്സി റെസിന് ഒറ്റയടിക്കൊന്നും ക്യൂർ ആവില്ല. UV റെസിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ എപ്പോക്സി റെസിൻ ക്യൂർ ആവില്ല. കുറച്ച് ടൈം എടുക്കും. 24 hour ആണ് ഒരു മിനിമം ടൈം എന്ന് പറയുന്നത് ഒരു എപ്പോക്സി റെസിൻ കറക്റ്റായിട്ട് ഉള്ള ഫോർമാറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് യൂസഫുൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 24 hours to 48 hours വരെ ഇരിക്കും. അത് ഫുള്ളായിട്ടുള്ള വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 തുടങ്ങി 45 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വേണം ഇത് നമ്മൾ ചെയ്ത് വേഗം ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ടൈമിനുള്ളിൽ എല്ലാ പ്രൊഡക്റ്റും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ഓൾറെഡി എന്താണോ പ്ലാൻ ചെയ്തത്, നമ്മൾ ഡിസൈനുള്ള മേക്ക് ചെയ്ത് വെച്ചതും എല്ലാം കൂടിയിട്ട് എന്തൊക്കെ ഐഡിയാസ് ആണോ അതെല്ലാം ഇതിനകത്തോട്ട് ഇടണം. ഇട്ട് കഴിയുമ്പോഴേക്കുമാണ് നമുക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് ഔട്ട്പുട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയം വരെ നമുക്ക് 24 മണിക്കൂർ വരെ ഒരു എപ്പോക്സി റെസിൻ ക്യൂർ ആകാനായിട്ട് ടൈലായിട്ടുള്ള സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6 തുടങ്ങി 8 മണിക്കൂർ വരെയാണ് കേട്ടോ. അതൊരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈമാണ്. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഒരു പ്ലേസ് മാറ്റി അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തത് പെട്ടെന്ന് സ്പോയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം മാറ്റി വെച്ച് ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ടേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ചെയ്ത് നോക്കേണ്ട ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 തുടങ്ങി 8 മണിക്കൂറുള്ള ടൈമില്ലേ, ഇനീഷ്യൽ ആയിട്ടുള്ള സെറ്റ് ആവാനായിട്ടുള്ള ടൈം, ആ ടൈമിൽ നമ്മൾ ടച്ച് ചെയ്തൊന്നും നോക്കരുത് കേട്ടോ. നമ്മുടെ ഫിംഗർ പ്രിന്റും പിന്നെ എന്തോ വെച്ചാണ് നമ്മൾ ടച്ച് ചെയ്യണത്, അതിൻ്റെ ആ ഷേപ്പൊക്കെ അതിനകത്തുണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യണം. ഒരു 12 മണിക്കൂർ തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ടച്ച് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിളൊന്നും ഇല്ലാതെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാറ്റി വെക്കണം. ഓക്കെ. ഒരു 8 hour ഒക്കെ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ആവാത്ത ആ ടൈമിന് നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കണം. ഓക്കെ. 48 തുടങ്ങി 72 മണിക്കൂർ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട്, അതായത് ഇന്ന് ഓർഡർ ചെയ്യുന്ന നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലായിരിക്കരുത് പറയേണ്ടത്. അവരോട് ടൈം പറയണം, ഇന്ന ടൈമിലേ തരാൻ പറ്റുള്ളൂ. ഒരു 72 മണിക്കൂർ. അപ്പോൾ ഒരു 24, 48, 72, അപ്പോൾ ഒരു 3 ദിവസം 4 ദിവസമെങ്കിലും അവരോട് ഗ്യാപ്പ് പറയണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ തരാമെന്ന് അങ്ങനെ പറയാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ടൈം എടുത്തിട്ട് ക്യൂർ ആയതിനു ശേഷം മാത്രം അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് മാത്രം കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ഒരു കസ്റ്റമറിനോട് ഒരു ടൈം പറയണമല്ലോ. ആ ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമിന് റെഡി ആവുള്ളൂ, അതിനു മുമ്പ് റെഡി ആവണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. 4 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ് ലിക്വിഡ് സ്റ്റേജ്, സെക്കൻഡ് ജെൽ സ്റ്റേജ്, തേർഡ് ഡ്രൈ ആൻഡ് ടച്ച് സ്റ്റേജ്, ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫുള്ളി ക്യൂർഡ് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണ് ലിക്വിഡ് ആയിട്ടുള്ള ഫോം ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഫ്ലവേഴ്സോ ഗ്ലിറ്റേഴ്സോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൽ സ്റ്റേജ് ആണ്. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ആ സമയത്ത് മൂവ്മെൻ്റ് ഒക്കെ ഒഴിവാക്കണം. പിന്നെ പെട്ടെന്ന് ക്യൂർ ആയിട്ടുണ്ടാവും, പക്ഷേ ഇൻസൈഡ് ക്യൂർ ആകാനായിട്ടുള്ള ടൈം എടുക്കും. ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ്. അതിനകത്ത് പെർഫെക്റ്റ്ലി ക്യൂർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടണേ. അതിനുശേഷം നമ്മൾക്ക് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ വെസലിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ, മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാനോ ഒക്കെയാണ്. അതൊരു കംപ്ലീറ്റ്ലി ഹാർഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ടെമ്പറേച്ചർ എങ്ങനെയാണ് ക്യൂർ ടൈമിന് എഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് 18°C താഴെയാണെങ്കിൽ ടൈം എടുക്കും. ഒരു 25 ആണെങ്കിൽ ഓക്കെയാണ്. ഒരു 24 hours ഒക്കെ റെഡിയാവും. ഭയങ്കര ടൈം കൂടുതൽ, ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഭയങ്കര ഫാസ്റ്റായിട്ട് ക്യൂർ ആവും. അപ്പോൾ വർക്കിംഗ് ടൈം നമുക്ക് കിട്ടണത് ലെസ് ആയിരിക്കും. തിക്നെസ്സും എഫക്റ്റ് ചെയ്യും കേട്ടോ ക്യൂറിങ്ങിന്. അതായത്
നേരെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂറായി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊരു കട്ടിയുള്ളത് കുറവാണെങ്കിൽ, തിക്കായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുവേ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ സെറ്റായി കംപ്ലീറ്റ് ആയിട്ടുള്ള റെസിൻ പ്രോഡക്റ്റ് എപ്പോൾ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. ആഫ്റ്റർ 24 hours അല്ലെങ്കിൽ 48 hours ഇതൊന്ന് ടച്ച് ചെയ്തൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഡിമോൾഡ് ചെയ്യുക. സെറ്റായിട്ട് ഉണങ്ങി എല്ലാം സെറ്റായെന്ന് ക്യൂർ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്യൂറിങ്ങിന്റെ സമയത്ത് നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് റൂയിനായി, അത് പോയി. അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം, കുറച്ചധികം കഷ്ടപ്പെടണം. പിന്നെ സാൻഡ് ചെയ്ത് അതിൻ്റെ മുകളിലിട്ട് അത് അത്ര ചെറുതാണെങ്കിൽ പൊടി, അല്ലെങ്കിലോ കുറേ ടൈം എടുക്കും. അപ്പോൾ ടൈം കൺസ്യൂമിങ് അല്ലേ. സോ പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസിൻ 24 തുടങ്ങി 72 മണിക്കൂർ വരെയാണ് ക്യൂർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്യൂർ ചെയ്യാൻ എടുക്കുന്ന സമയം. പിന്നെ തിക്നെസ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എപ്പോക്സി റെസിൻ ജ്വല്ലറി നമുക്ക് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. സോ ഏതാണ് നിങ്ങളുടെ ചോയ്സ്? യു വി റെസിൻ ആണെങ്കിൽ യു വി റെസിൻ, എപ്പോക്സി റെസിൻ ആണെങ്കിൽ എപ്പോക്സി റെസിൻ. അത് യൂസ് ചെയ്ത് പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പഠിക്കും. മിസ്റ്റേക്കിലൂടെയാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കണേ. അപ്പോൾ പിന്നീട് അത് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതൊരു പുതിയ ആളാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇതൊരു ജേണി പോലെയാണ്, ഒരു റെസിൻ ജ്വല്ലറി മേക്കിംഗ് ജേണി പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ്, മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ ആവശ്യമുള്ളവർ കാണുക, ആവശ്യമില്ലാത്തവർ ആവശ്യമുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ കൂടുതലും എല്ലാവരും, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രാഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് 7th എന്തോ പഠിക്കുമ്പോഴാണെന്ന്. പക്ഷേ ആ ക്രാഫ്റ്റ് വെച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്നേരം അറിയാൻ പാടില്ലായിരുന്നു. ഇനി അന്നേരം എനിക്കറിയാൻ പാടാത്ത കൊണ്ടാണോ മറ്റുള്ളവർക്ക് കൂടി, എൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് തന്നെ പറയാൻ തോന്നുന്നു ആ സമയത്ത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ചെറിയ പിള്ളേർ വരെ ഏൺ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ക്രാഫ്റ്റ് ആണെങ്കിലും ക്രാഫ്റ്റ് അവരുടെ സ്കില്ല് ഡെവലപ്പായിട്ട് വന്ന്, ഞാൻ പറയണത് ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാവും, പഠിക്കാനുണ്ടാവും, പിന്നെ ജോലിയുടെ കാര്യം ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ തുടങ്ങുക. ഫ്രീ ടൈം ആണല്ലോ, വെറുതെ ഇരിക്കാൻ കിട്ടുന്ന ടൈം ആണെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വെച്ചിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു വലിയ അറിവല്ലേ. അതുകൊണ്ട് സീരീസ് ആയിട്ടും ട്യൂട്ടോറിയലായിട്ട് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം.